യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന ക്ലാസിൻ്റെ 131 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. എന്റെ ദൈവമെല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടും അനുദിനം ചിറകടി. കഷ്ടനഷ്ട രോഗ ദുഃഖം വന്നിടും നേരം, ഇഷ്ടനായകനാമേശു ആശ്വാസമേകും. കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുണ്ടെന്നും, പോയിടാം ധൈര്യമായ നാഥൻ പാതയിൽ. ആറാമത്തെ വരത്തിന്റെ പേരാണ് കരുണ ചെയ്യുവാനുള്ള വരണം. റോമാലേഖനം 12:8. കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ ആകണമെന്ന്. അശരണരോടും കഷ്ടപ്പെടുന്നവരോടും നാം കരുണ കാണിക്കണം. അശരണരെ, ആരുമില്ലാത്തവരെ, ഒരാളുമില്ല സഹായിക്കാൻ. കഷ്ടപ്പെടുന്നവരുണ്ട്, അവരോട് കരുണ കാണിക്കണം, സഹതപിക്കണം. നമുക്കൊരു സഹതാപം ഉണ്ടാകണം. നമുക്ക് മനുഷ്യരല്ലേ, അവരോട് മനസ്സലി ഉണ്ടാകണം. ഈ കൃപാവരം പെന്തക്കോസ്തുകാർക്കുണ്ടെങ്കിൽ ഇവിടെയുള്ള ദൈവജനത്തിന് ആശ്വാസം തന്നെയായിരിക്കും. അങ്ങനെയുള്ള ഒരു നല്ല വ്യവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പേരുടെ ദുഃഖങ്ങളും വേദനകളും മാറാൻ സാധിക്കും. നമ്മുടെ ഇടയിൽ ഇന്ന് കണ്ടുവന്നിരിക്കുന്ന കാര്യം സമ്പത്തിനോട് സമ്പത്തെ കൂട്ടുക, ബാങ്കിൽ എത്ര പണമുണ്ടോ പിന്നെയും പിന്നെയും കൂട്ടുക. ഇതാണ് ബഹുഭൂരിയ പക്ഷവിശ്വാസികളും ചെയ്യുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മൾ ഇതിനിടെ മനസ്സിലാക്കണം. മരണമെന്ന് പറഞ്ഞൊരു കാര്യം എല്ലാവരെയും പിടിക്കും. അതെ, സമ്പന്നനായിരുന്നാലും ദരിദ്രനായിരുന്നാലും ഒരു സ്ഥലത്താണ് ചെല്ലുന്നത്. നമുക്ക് നിത്യതയിൽ എന്തെങ്കിലും നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ പ്രവർത്തിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ദരിദ്രരെ നിങ്ങൾ മറക്കരുത്. ഈ സമുദായക്കാരായിരിക്കുന്ന ആളുകൾ അവരുടെ വിശ്വാസികളെ കരുതുന്നു, സഹായിക്കുന്നു. ഒരു വളരെ ആത്മാർത്ഥമായിട്ട്. ഞാനും ഒരു മർത്തോമ സഭയിൽ നിന്നും യേശുവിനെ അറിഞ്ഞ് വിശ്വാസനാമം ഏറ്റ ഒരാളാണ്. അന്നേരം ഒരു 20 വർഷത്തെ അല്ലെങ്കിൽ 20 വയസ്സുവരെയുള്ള കുറച്ച് സംഭവങ്ങൾ എനിക്കറിയാം. യാക്കോബ് അപ്പോസ്തലൻ അദ്ദേഹം പറയുന്നത് നമ്മൾ കുറച്ച് വിശ്വാസം എന്ന് പറഞ്ഞിട്ട് പോരാ, പിന്നെയോ പ്രവൃത്തിയും കാണിച്ചു കൊടുക്കണം. വിശ്വാസം കൊണ്ട് മാത്രം സാധിക്കുന്നതല്ല, പ്രവൃത്തിയും കൊണ്ട് കാണിക്കണം. ഈ പ്രവൃത്തി കൊണ്ട് കാണിച്ചാലേ ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് തെളിവുള്ളൂ. അല്ല വാദോരണിയായിട്ട് വിശ്വാസം എന്ന് പറയേണ്ട കാര്യമില്ല. യാക്കോബിന്റെ ലേഖനം 1:10 ധനവാനോ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവൻ. പുല്ലിന്റെ പൂവെ വാടിപ്പോയാൽ ആർക്കും വേണ്ട. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഈ ജീവിതമെന്ന് ഒന്നോർത്താൽ നന്നായിരിക്കും. 2 കൊരിന്ത്യർ 9:7 സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നമ്മൾ അതിൻ്റെ ആ സത്യം ഒന്ന് മനസ്സിലാക്കണം. ദൈവം സ്നേഹിക്കുന്നു. ദൈവം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വേറൊന്നുമില്ല. നമ്മളെ പല വീടുകളുടെ വാതിക്കലൊക്കെ എഴുതി വെച്ചിട്ട് ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നു. കാര്യമൊക്കെ ശരിയാ, പക്ഷെ ആ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുവോ? നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. അതിനാൽ
കരുണ ചെയ്യുന്ന കാര്യം മറക്കരുത്. നമ്മുടെ കർത്താവ് ഉപമകൾ പ്രസ്താവിച്ചിട്ടുണ്ട്. എന്റെ ചെറിയ പഠനത്തില് നമ്മുടെ കർത്താവ് യേശു 52 ഉപമയാണ് പറഞ്ഞിരിക്കുന്നത്. 52 ഉപമയിൽ ഒന്നും മാറ്റാനായിട്ടില്ല. എല്ലാം ദൈവത്തിൻ്റെ ഒരു സന്ദേശം തന്നെ എന്ന് പറയാം. ലൂക്കോസിന് സുവിശേഷം 10:30 അത് നമ്മള് ഒരുപാട് ആളുകൾ കേട്ട ഒരു പ്രസംഗമാണ്. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്നും എരികോവിലേക്ക് പോയി. സംഭവം അതാണ്. അവനെ കള്ളന്മാർ പിടിച്ചു. അവന്റെ എല്ലാം കൊണ്ടുപോയി. അത്യാവശ്യം വസ്ത്രം മാത്രം ഒഴിച്ചു ബാക്കിയെല്ലാം കള്ളന്മാർ കൊണ്ടുപോയി. അവനെ പകുതി ജീവനായി കിടക്കുന്നെങ്കിലും ബോധമുണ്ട്. അങ്ങനെ കിടക്കുമ്പോൾ അവിടെ പ്രത്യേകം പറയുന്നത്, എതിർച്ചയാൽ ഒരു പുരോഹിതൻ വന്നു മാറി കടന്നുപോയി. എതിർച്ചയാ വന്നതാണ്. ആ വഴിക്ക് വരേണ്ട പുള്ളിയല്ലായിരുന്നു. അദ്ദേഹം മാറി കടന്നുപോയി. അടുത്തത് ഒരു ലേവ്യൻ എന്ന് പറഞ്ഞാൽ ലേവ്യനിൽ നിന്നാണ് പുരോഹിതനെ തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹവും അത് കണ്ടു മാറി കടന്നുപോയി. ഈ പുരോഹിതനും ഈ ലേവ്യനും മുറിവേറ്റ് കിടക്കുന്നവന് നല്ല പരിചയമുണ്ട്. എന്തായിരുന്നാലും വേണ്ടില്ല, അവര് ഹെൽപ്പ് ചെയ്തില്ല. ഇതാ യഹൂദനല്ലാത്തവനായ ഒരു ശമരിയക്കാരൻ അവൻ ആ വഴിക്ക് വന്നു. അവൻ ആ വഴിയിലൂടെ കച്ചവടക്കാരനാണ്. അവൻ ആ വഴിക്കൂടെ യാത്ര ചെയ്യുന്നവനാണ്. അവൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നവനാണ്. എന്നാൽ മുറിവേറ്റവനെ കണ്ടു. അവനോട് മനസ്സലിഞ്ഞു. അവനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. എണ്ണ മുറിവിന്റെ ഭാഗത്തൊക്കെ പുരട്ടി അവന് വീഞ്ഞു കൊടുത്തു. അവനെ കൊണ്ട് വഴി അമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. നോക്കണം, പുരോഹിതൻ മാറിപ്പോയി, ലേവ്യൻ മാറിപ്പോയി. വേറൊരു മനുഷ്യൻ, നമുക്ക് അവനെ അറിയാം, അത്യാവശ്യക്കാരനായിരുന്നു. അവൻ ശമരിയക്കാരനാണ്. പക്ഷേ അവൻ കരുണ കാണിച്ചു. അതൊരു സംഭവം ആയിരിക്കാം, അല്ലായിരിക്കാം, ഒരു ഉപമയാണ്. നമുക്ക് ചെയ്യാവുന്നത് ചെയ്യുക. നമ്മൾ ജീവകാരുണ്യത്തിന് വേണ്ടി ചെയ്യുക, സൽപ്രവർത്തികൾക്ക് വേണ്ടി ചെയ്യുക, നമ്മൾ ചാരിറ്റി ചെയ്യുക, പാവപ്പെട്ടവരെ സ്നേഹിക്കുക, അനാഥകരെ മറന്നുപോകല്ലേ. കരുണ ചെയ്യുവാനുള്ള വരം നമ്മൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ ഈ വാക്കുകൾ ചുരുക്കുന്നു. ഭാരതം ഒരു ഉണർവുണ്ടാകാൻ പോകുന്നു. പ്രാർത്ഥിക്കുക, നിങ്ങളും അംഗമാകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.